ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് എപ്പീഷ്യ പ്ലാന്റുകളാണ് കേട്ടോ. നല്ലൊരു കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ എപ്പീഷ്യ പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചെടീൻ്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കെയറിങ്, അതുപോലെ തന്നെ ഇത് നടാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ തൈകൾ പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടും എന്താ ചെയ്യുന്നതെന്നും വീഡിയോസിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പീഷ്യ പ്ലാന്റുകൾ ഇപ്പോൾ ഫ്ലവറുകൾ അതിനേക്കാൾ ഏറ്റവും പ്രധാനം അതിൻ്റെ ലീഫുകൾ തന്നെയാണ്. ലീഫി പ്ലാന്റ് ആയിട്ടും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഹൈബ്രിഡും നോർമലും നാടൻ ടൈപ്പൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി ഉള്ളൊരു പ്ലാന്റാണ് എപ്പീഷ്യ പ്ലാന്റുകൾ. ഇതിപ്പോൾ വയലറ്റ് ഫ്ലവറിൻ്റെയാണ് കേട്ടോ. എന്നാൽ പൂർണ്ണമായിട്ടും വയലറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. വൈറ്റാണ് കൂടുതലായിട്ട് അതിനകത്ത് ഇറച്ചി കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ചെടി കണ്ടോ, പൂക്കളില്ലാതെ തന്നെ ഈ ഒരു ചട്ടി നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ ഗ്രൗണ്ട് പോട്ടിലും അതുപോലെ തന്നെ വെർട്ടിക്കലിലും തറയിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് എപ്പീഷ്യൻ്റെ പ്ലാന്റുകൾ. അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ, ഈ കാണിച്ചേക്കുന്ന പ്ലാന്റ് സൈസാണ് നമ്മൾ അയക്കുന്നത്. കണ്ടോ, ചിലപ്പോൾ കുറച്ച് വലിപ്പമുള്ളതുണ്ടാവും, ചിലപ്പോൾ ചെറുതുണ്ടാവും. എന്നാലും അത്യാവശ്യം ചെറിയ പ്ലാന്റ് ഉണ്ടാവില്ല, നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ബേബി പ്ലാന്റ് ഉള്ളതും ഉണ്ടാവും, ബേബി പ്ലാന്റ് ഇല്ലാത്തതുണ്ടാവും. കണ്ടോ, ഇത് തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായത് വലിയൊരു പോട്ടിലേക്ക് നിങ്ങൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു വലിയ പ്ലാന്റ് ആയിട്ട് വേഗം തന്നെ മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 5 പ്ലാന്റിന് 260 രൂപയാണ് വരുന്നത്. പക്ഷേ കൊറിയർ ചാർജ് ഇല്ല കേട്ടോ. അപ്പോൾ കോംബോ ഓഫറാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ 5 ഈ ഒരു എപ്പീഷ്യ ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. ഈ ഒരു എപ്പീഷ്യ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ എപ്പീഷ്യയ്ക്കും പകരം നമ്മൾ ഈ ഒരു ചെടി തരുന്നതായിരിക്കും. ഇത് കണ്ടോ, ഇത് റെക്സ് ബിഗോണിയയുടെ ഹാങ്ങിങ് വെറൈറ്റിയിൽ വരുന്നതാണ്. ഒരു ക്രീപ്പർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ്. മദർ പ്ലാന്റിന്റെ ഭംഗി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ കോംബോയിൽ നമ്മൾ ഈ ഒരു 5 പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വന്നിട്ട് ആ ഒരു വൈറ്റും വയലറ്റും കൂടി മിക്സ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞു. വയലറ്റ് ആണോ എന്ന് വെച്ചാൽ വയലറ്റ് ആണെന്ന് പറയാം, എന്നാൽ വൈറ്റും കൂടി അതിനകത്ത് മിക്സ് ആണ് ആ ഒരു കളറ്. അതുപോലെ തന്നെ പിന്നെ ഇത് യെല്ലോ, ഈ ഒരു ഫ്ലവർ യെല്ലോയാണ് കേട്ടോ. ഇതിൻ്റെ ഫുള്ള് നല്ല ഡാർക്ക് യെല്ലോ. ഇത് മറ്റൊരു യെല്ലോ, ഇത് ഗ്രീൻ ലീഫും സിൽവർ ഷെയ്ഡും ആണ് വരുന്നത്. അതിൻ്റെ ഫ്ലവർ വന്നിട്ട് യെല്ലോയാണ് വരുന്നത്. ഇത് വന്നിട്ട് റെഡ്. കണ്ടോ, ഇതിനൊക്കെ പ്രത്യേക ഐഡിയ ഉണ്ട് കേട്ടോ. എനിക്ക് എപ്പീഷ്യൻ്റെ ഓരോന്നിൻ്റെ ഐഡിയകളൊന്നും അറിയില്ല. ഇത് വന്നിട്ട് റെഡ് ഫ്ലവറാണ് വരുന്നത്. പക്ഷേ ഫ്ലവർ ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു ചെടി കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അപ്പോൾ ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് 5 എപ്പീഷ്യൻ്റെ പ്ലാന്റുകളാണ്. 5 എപ്പീഷ്യയിൽ 2 യെല്ലോ ഫ്ലവർ ഉള്ളതും 2 റെഡ് ഫ്ലവർ ഉള്ളതും. പക്ഷേ ലീഫുകളെല്ലാം വ്യത്യസ്തമാണ്. ഒന്ന് വയലറ്റും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളതും. കണ്ടോ, മറ്റൊരു വെറൈറ്റിയാണ് കൂട്ടുകാരെ. ഇതിന് നല്ലൊരു മെറൂണ് ഷെയ്ഡ് വരുന്നൊരു ലീഫാണ്. നല്ല റെയർ വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല വിലയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് ആവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഞാനും കളക്ട് ചെയ്തത്. പിന്നെ കുറേ പ്ലാന്റുകൾ എൻ്റെ അടുത്തൊന്നും നഷ്ടമായി പോയേക്കുന്നു. കാരണം നമ്മൾക്ക് അത്യാവശ്യം നല്ല വെയിലും ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നാശമാവും. അതായത് നന്നായിട്ട് വെള്ളം നനവ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിന് നല്ല തണലും ഒക്കെ വേണം. പിന്നെ ഒരു കാര്യം, ഒരു ഇച്ചിരി എവിടെയെങ്കിലും കിടന്നാൽ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു പ്ലാന്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും കേട്ടോ. തിരിച്ച് നമുക്ക് കിളിച്ചിട്ട് ഇത് എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. കണ്ടോ, നമുക്കൊരു ഫ്ലവർ ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു ചെടി ചട്ടിയിലിരുന്നാൽ അത്രയ്ക്കും സുന്ദരിയല്ലേ. എപ്പീഷ്യൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. റെഡ് ഫ്ലവറാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഇതുപോലൊരു സിൽവറും അതുപോലെ തന്നെ പർപ്പിളാണെന്ന് പറയാൻ പറ്റൂല, ഒരു ഗ്രീനിഷ് പർപ്പിൾ കളറാണ്. അടിവശം ഇതുപോലാണ്. നല്ല മനോഹരമായിട്ടുള്ള ലോങ് ലീഫാണ് ഇതിന്. അതുപോലെ തന്നെ ഇത് നമ്മൾ എപ്പീഷ്യൻ്റെ പ്ലാന്റുകൾ നടുമ്പോൾ ഒരുപാട് വളമുള്ള മണ്ണിലേക്ക് ഒരിക്കലും നടരുത്. ചില ചെടികൾ അങ്ങനെയാണ്. വളമുള്ള മണ്ണിലേക്ക് നമ്മൾ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വേഗം നാശമാവും. അപ്പോൾ ഒട്ടും വളമില്ലാത്ത നോർമൽ മണ്ണിലേക്ക് നട്ടു കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് ചാണകപ്പൊടി അധികമായി കഴിഞ്ഞാൽ ആ ചെടികൾക്ക് എന്താ പറയുക, ഫ്ലവർ ഇടൽ കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, മനോഹരമായിട്ടുള്ള റെഡ് ഫ്ലവറാണ് ഈ ഒരു എപ്പീഷ്യയ്ക്കുള്ളത്. പക്ഷേ ലീഫ് നോക്കിയാൽ ഇപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിൽ കൂടിയും 2-3 ദിവസമൊക്കെ ഫ്ലവർ നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ കൊഴിഞ്ഞു ചാടും. ഫ്ലവർ ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു ചെടി
ലീഫ് ഭയങ്കര മനോഹരമാണ്. നമ്മുടെ ഗാർഡനെ നമുക്ക് മനോഹരമാക്കാൻ പറ്റും. അതുപോലെ ഇതിന് ബേബീസ് ഇങ്ങനെ വരുന്ന ബേബീസ് ഉണ്ടല്ലോ, ഈ ഒരു ബേബീസിനെ നമ്മുടെ ആ ഒരു ചട്ടിയിൽ തന്നെ ഒന്ന് തട്ടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് റൂട്ട് വരും. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് നമുക്ക് അടുത്ത തൈകൾ ആക്കാനും കഴിയും. ഇത് കണ്ടോ. പിന്നെ എപ്പീഷ്യ ചെടികൾക്ക് വെയിൽ വേണ്ട കേട്ടോ. വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം 3-4 ദിവസം നല്ല വെയിലായിരുന്നു. ആ ഒരു ടൈമിലാണ് ഇങ്ങനെ കരിയാൻ തുടങ്ങിയത്. വെയിലേ വേണ്ട, അത്യാവശ്യം നല്ല തണലിലാണ് ഇരിക്കേണ്ടത്. ഇത് റെഡ് ഫ്ലവർ ആണ് കേട്ടോ. അപ്പം നമ്മുടെ കോംബോയിൽ ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. അതുപോലെ തന്നെ എപ്പീഷ്യൻ്റെ ചെടികൾക്ക് നല്ല വാട്ടറിങ് വേണം കേട്ടോ. നല്ല വെള്ളം നനവുണ്ടെങ്കിൽ മാത്രമേ ചെടി അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഇത് കണ്ടില്ലേ, ഓരോ ലീഫുകളും വ്യത്യസ്തമായ രീതിയിലാണ്. എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ പൂക്കൾ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു എപ്പീഷ്യൻ്റെ ചെടി നിൽക്കുന്നതാണ് എന്ത് ഭംഗിയാണല്ലേ. പിന്നെ അടുത്ത ഒരു പ്രൊപ്പഗേഷൻ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ്സ് തന്നെ കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ലീഫ് പ്രൊപ്പഗേഷന് നടത്താൻ പറ്റും കേട്ടോ. അത് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല. പക്ഷേ ലീഫ് നമുക്ക് മണ്ണിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വേഗം റൂട്ട് സെറ്റായി കിട്ടുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിരിക്കും. അതൊരു പ്ലാന്റായി മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇതാണ് ആ ഒരു പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് വരുന്നത്. ലീഫുകൾ ഈ ഒരു ഭംഗിയിലാണ് വരുന്നത്. അപ്പോൾ 5 എപ്പീസിയൻ്റെ കൂടെ എന്താ പറയുക, ആ ഒരു നോർമൽ വെറൈറ്റി വേണ്ടാത്ത ആൾക്കാർക്ക് നമ്മൾ അത് മിക്സ് ചെയ്യുക കേട്ടോ. അതായത് അതും കൂടി ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേഗം ഒരു ചട്ടി ഇങ്ങനെ നിറഞ്ഞു കിട്ടാനൊന്നും നമുക്ക് താമസമൊന്നുമില്ല കേട്ടോ. എപ്പീസിയൻ്റെ ഏത് വെറൈറ്റി ആയിക്കോട്ടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ആ ഒരു ചട്ടി നിറഞ്ഞു കിട്ടും കേട്ടോ. നല്ല ഭംഗിക്ക് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ കാണിച്ച ഈ ഒരു കോംബോ പ്ലാന്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ തന്നെ വേഗം മെസ്സേജ് ഇടാൻ ശ്രമിക്കണം കേട്ടോ, പ്ലാന്റ് വേണമെന്നുള്ള കൂട്ടുകാർ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.